ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അങ്ങനെ ഇത്ര 11ാമത്തെ നോമ്പല്ലേ. അപ്പോൾ ഇന്നത്തെ നോമ്പിന് അത്താഴത്തിന് എനിക്കൊരു പൂതി എന്താണ് പത്തിരി കഴിക്കാൻ വെച്ച്. കാരണം ഇന്നലെ രാത്രി ഇറച്ചിക്കറി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്താഴത്തിന് എന്താണ് പഴം പൊങ്ങേണ്ട പത്തിരി തിന്നാൻ വിചാരിച്ചപ്പോൾ പത്തിരി ചുടാൻ വേണ്ടി പോകുന്ന സമയം 5 മണിയാവാൻ പോകുന്നു. അപ്പോൾ ഇക്കാക്ക് പഴം മതിന്നോട്ട് ഇക്കാക്ക് പഴം പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാനിതാ പത്തിരി ചൂടാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എണിച്ചോടെ ഇൻട്രോ എടുത്തിട്ടാ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ഇൻട്രോടെ കഴിച്ച് ഇൻട്രോ എടുത്താണ്. ഓക്കെ, കൊടുക്കാം. അപ്പം ഇന്ന് റമദാൻ 11 ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ. ഞാൻ ജനിച്ച ദിവസമാണ് റമദാൻ 11 ജനിച്ചത്. ഞാനും അതുപോലെ തന്നെ എൻ്റെ ആമാരെ മോനുണ്ട്. നമ്മൾ രണ്ടുപേരും റമദാൻ 11 കേട്ടോ. ഒന്ന് ചെറുതാണ്. ഓക്കെ, വേറെ ജസ്റ്റ് പറഞ്ഞു മാത്രം. അപ്പോൾ ഇന്നത്തെ സ്നാക്സ് എന്ന് പറയുന്നത് ഒരു ഷവർമൻ്റെ അപ്പാക്കാന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് വിചാരിച്ചാണ് ആക്കാന്ന്. അപ്പോൾ അങ്ങനെ ആക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാബേജും ക്യാരറ്റും പച്ചമുളകും കൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മയോണൈസ് ഒഴിച്ചു. പിന്നെ ഇതാ ചിക്കൻ പൊരിച്ചത് ചെറിയ ചെറിയ മുറിച്ചിട്ട് കുഞ്ഞായിട്ട് മുറിച്ചിട്ട് ഇട്ടിട്ടാ. പിന്നെ ഇനി അതിൻ്റെ മാവ് ഞാനിങ്ങനെ ഒരു പൂരിൻ്റെ രൂപത്തിൽ എന്താണ് ഉണ്ടാക്കിയിട്ടാണ് ആക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇതിങ്ങനെ കുബൂസിൻ്റെ ഇതുപോലെ ഈസ്റ്റൊക്കെ ഇട്ടിട്ടും ആക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ ഈസ്റ്റ് ഇട്ടിട്ട് അവിടെ കുറേ ടൈം വെക്കാനുള്ള ഇതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മുട്ട എണ്ണയൊക്കെ കഴിച്ചിട്ട് ഒരു മാവ് തയ്യാറൊക്കെ ചെയ്ത് കേട്ടോ.
അപ്പോൾ അങ്ങനെ മാവൊക്കെ കുഴച്ച് ഒരു ഇങ്ങനെ വലിയ റൗണ്ടാക്കിയിട്ട് വെക്കണം കേട്ടോ. അതിലേക്കാണ് നമ്മൾ പണ്ട് ഇടാൻ പോകുന്നത്. അപ്പം ഈ ഒരു മാവ് കുഴക്കുന്ന ഒരു ഷീറ്റ് അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതങ്ങനെ മാവ് മുറിച്ചിട്ടൊരു മൂടി എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലാണ് നമ്മളിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാ റൗണ്ടിൻ്റെ ഉള്ളിലും മിക്സ് വെച്ചതിന് ശേഷം അടുത്ത മാവിൻ്റെ ലെയർ എടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മേലെ വെച്ച് ആ റൗണ്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ. അങ്ങനെ ഇപ്പം 6:30 മണിയാകാൻ പോകുന്നു. ഇനിയും 6:42 വാങ്ങി കൊടുക്കും. അപ്പം നമ്മൾ വോക്കർ ഷവർമൊക്കെ ഇതിലാക്കി വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, ചിലവിടാക്കിയതാണ്. ഓക്കെ, ജ്യൂസ് കൊണ്ടേക്കണം, എത്ര തണുക്കട്ടെ വിചാരിച്ചു. ഇനി തിന്ന് നോക്കുമ്പോൾ കാണാം കേട്ടോ. ഇതാണ് അപ്പം കേട്ടോ. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഗായ്സ്, നമ്മുടെ ഇവിടെ മഴ പെയ്ത് നേരത്തെ പോയി. ഇപ്പം ചെറുതായിട്ട് കാറ്റുണ്ട്, കുറച്ച് തണുപ്പുണ്ട് പുറത്ത്. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഡിന്നറിലേക്കുള്ള എനിക്ക് തോന്നുന്നു ഞാൻ നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് കറി മധുരത്തിന് ശേഷം വെക്കുന്നത് കേട്ടോ. ഇത്രയും നാളെല്ലാം നേരത്തെ ആയിരുന്നു, ഇന്ന് ഇച്ചിരി വൈകി പോയി. അപ്പോൾ ഇത് ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കറി വെക്കാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ മീൻ കൂട്ടാറില്ലെങ്കിലും ഈ ഏട്ടൻ്റെ മുട്ട ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഒരുപാട് കാലത്തിന് ശേഷം തോന്നുന്നു എനിക്ക് കിട്ടുന്നത്.
ഏട്ട പറക്കെല്ലാം വാങ്ങുമെങ്കിലും മുട്ടയിൽ കുറവുണ്ടാകും. നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇതെവിടെ ഞാൻ വൈൻഡപ്പയാണ്. അപ്പോൾ ആ പത്തിലും കൂടി ചുറ്റ് കഴിഞ്ഞിട്ടോ. ഫുഡ് കഴിക്കുന്നത് പിന്നെ എടുക്കുന്നില്ല, വേണ്ടാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.